നമസ്കാരം. ആശ്രവാസ്തുവിലേക്ക് സ്വാഗതം. മകരൻ രാശി ഉത്തരാടം മുക്കൽ, തിരുവോണം, അവിട്ടമര എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് മകരൻ രാശി. 2026 ഏപ്രിൽ മാസത്തിൽ മകരൻ രാശിയുടെ രാശിയാധിപനായ ശനി 3-ാം ഭാവത്തിൽ പാപഗ്രഹയോഗത്തോടു കൂടിയാണ് സ്ഥിതി ചെയ്യുന്നത്. 3-ാം ഭാവം പാപഗ്രഹങ്ങൾക്ക് അനുകൂല ഭാവമാണ്. ആയതിനാൽ വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുകയില്ല. പക്ഷെ നീചനായ ബുധൻ മനഃശാന്തി നഷ്ടപ്പെടുത്തും. ഏപ്രിൽ 14-ന് അഷ്ടമഭാവാധിപനായ സൂര്യൻ 4-ാം ഭാവത്തിലേക്ക് രാശിമാറ്റം നടത്തും. ഈ സമയത്ത് ഹാർട്ടിന് അസുഖമുള്ളവർ ശ്രദ്ധിക്കണം. മാതാവിൻ്റെ ആരോഗ്യവും സൂക്ഷിക്കുക. 5-ാം ഭാവാധിപനായ ശുക്രൻ ഏപ്രിൽ 18 വരെ 4-ാം ഭാവത്തിലും ശേഷം 5-ാം ഭാവത്തിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. ശുക്രൻ്റെ ഈ സ്ഥിതി വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ വലിയ നേട്ടങ്ങൾ നൽകും. സ്നേഹിതരുടെ സ്നേഹം വർദ്ധിക്കും. ഈ സമയത്ത് പഠനത്തോടൊപ്പം വരുമാനമുണ്ടാക്കാനും കഴിയും. ഉന്നത പഠനത്തിന് അവസരവും ലഭിക്കും. 10-ാം ഭാവാധിപനായ ശുക്രൻ ഏപ്രിൽ 18 വരെ സുഖസ്ഥാനത്ത് നിന്ന് 10-ാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു. ശേഷം സ്വക്ഷേത്രത്തിലേക്ക് രാശിമാറ്റം നടത്തുകയും ചെയ്യും. ഇത് തൊഴിൽ രംഗത്ത് സുഖവും സന്തോഷവും നൽകുന്നു. കഷ്ടപ്പെടാതെ തൊഴിൽ ചെയ്ത് തീർക്കാൻ കഴിയും. അലച്ചിൽ കുറയും. കലാ സാഹിത്യാദി കാര്യങ്ങളിൽ താൽപ്പര്യമുള്ളവർക്ക് അനുകൂല സമയമാണ്. ഉദ്യോഗസ്ഥർ മേലുദ്യോഗസ്ഥരുമായി പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഉദ്യോഗാർത്ഥികൾക്ക് തൊഴിലവസരങ്ങൾ വർദ്ധിക്കും. ബിസിനസ്സുകാർക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുകയില്ല. പാർട്ട്നേഴ്സിനെ ശ്രദ്ധിക്കണം. ബിസിനസ് കാരകനായ ബുധൻ ഏപ്രിൽ 10 വരെ രാഹുവിനോട് യോഗം ചെയ്യുന്നു. ശേഷം നീചാവസ്ഥയിലുമാണ്. പാർട്ട്നേഴ്സിനെ സൂക്ഷിക്കേണ്ടുന്ന സമയമാണ്. ബിസിനസ്സിൽ തീരുമാനങ്ങൾ എടുക്കാൻ പ്രയാസപ്പെടും. പക്ഷേ ശുക്രൻ്റെ 4, 5 എന്നീ ഭാവങ്ങളിലെ സ്ഥിതി എല്ലാ കാര്യങ്ങൾക്കും പരിഹാരമുണ്ടാക്കും. വിവാഹാലോചനകൾ തടസ്സമില്ലാതെ നടക്കും. ചന്ദ്രൻ്റെയും ശുക്രൻ്റെയും സഞ്ചാരം അനുകൂല ഫലങ്ങൾ നൽകും. പ്രണയിക്കുന്നവർക്ക് വിവാഹം നടത്താനുള്ള അവസരമുണ്ടാകും. ദമ്പതികൾക്കും സമയം അനുകൂലമാണ്. നിത്യവും വിഷ്ണു സഹസ്രനാമവും കൂടി ജപിക്കുക. ഐശ്വര്യം വർദ്ധിക്കും.